സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ സ്ഥിരമായിട്ട് കളിയാക്കുന്ന ഭർത്താവ് ഇത് കേട്ട് കേട്ട് ഈ ഭാര്യയ്ക്കിപ്പം ഭർത്താവിനോട് ഇഷ്ടമില്ലാതായി. ഇനി അങ്ങോട്ട് പോവാൻ താല്പര്യമില്ല. ബന്ധം വേർപിരിയുന്നതിലേക്ക് വരെ ഇത് കാരണമായി തുടങ്ങി. ഈ ഭർത്താവ് അമ്മയുടെയും പെങ്ങന്മാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ ബോഡി ഷേമിങ് നടത്തും. അതേപോലെ തന്നെ അവരുടെ വീട്ടുകാരെ കുറ്റം പറയും. ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത് കേട്ട് കേട്ട് ഭാര്യയ്ക്ക് വല്ലാത്തൊരു വിഷമം, ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് വരെ ഭാര്യ എത്തിത്തുടങ്ങി. മക്കളോ ഇത് കേട്ട് കേട്ട് ഈ അമ്മക്ക് നിലവാരം കൊടുക്കാത്ത ഒരു മക്കളായിട്ട് മാറി. അമ്മ പറയുന്നത് അനുസരിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് ഭാര്യ കയറി വരുമ്പം അവിടെ ആരൊക്കെ ഭാര്യയെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ഭാര്യ സഹിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഭർത്താവ് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസവും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ഈ ഭർത്താവ് തന്നെ ഈ ഒരു പണി ചെയ്യുമ്പം അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ്. ഞാൻ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്തുമാവാം. അങ്ങനെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഈ അമ്മയും പെങ്ങന്മാരൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. പിന്നീട് പതിയെ പതിയെ ഭാര്യയ്ക്ക് ഇതൊക്കെ മടുത്തു തുടങ്ങി. ഈ ഭർത്താവ് ബെഡ്റൂമിൽ നന്നായിട്ട് സ്നേഹം കാണിക്കും, നന്നായിട്ട് പ്രശംസകളൊക്കെ ചൊരിയും, അഭിനന്ദിക്കും, ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലാക്കേണ്ടത് കുറ്റങ്ങളും കുറവുകളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റയ്ക്കിരിക്കുമ്പോഴും സ്വകാര്യത്തിലുമാണ്. അതേപോലെ അവരെ പ്രശംസിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും അവരുടെ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതും അത് നിങ്ങൾ പരസ്യമായിട്ടാണ്, ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഇത് രണ്ടിനെയും തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുടുംബ ബന്ധം തകരാൻ കാരണമാകാറുണ്ട്. പല ബന്ധങ്ങളും തകരാൻ കാരണമാകാറുണ്ട്.